പ്രവാചക പ്രകീർത്തനത്തിന്റെ അലയൊലികൾ വാനോളം മുഴക്കിക്കൊണ്ട് സഅദിയ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുമ്പോൾ ടീം السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نعمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا يضل له ومن يهده الله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم جل مولاي صل وسلم دائما أبدا للخلق كلهم. ആദരണീയരായ ഉസ്താദുമാർ, അതുപോലെ തന്നെ ഇവിടെ ഓർമ്മിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വല്ലാത്ത മഹബത്ത, വല്ലാത്ത ഇഷ്ടമാണ്. ആ പുണ്യപ്രവാചകന്റെ ജന്മദിനം കടന്നു വന്നപ്പോൾ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വന്നപ്പോൾ, ആ പ്രവാചകനുള്ള മഹബത്ത് ഹൃദയത്തിലേക്ക് നിറച്ചവരാണ് നാം എല്ലാവരും. ഇനിയും നമുക്ക് അവരുടെ മഹബത്തൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഞാൻ ചരിത്രത്തിലേക്ക് അടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെയും, ഒരു മയ്യത്തിന്റെ ഖബറടക്കുന്നതിന് വേണ്ടി സ്വഹാബത്ത് ഖബർ കുഴിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ഖബർ കുഴിക്കാനെന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുതയിൽ നടക്കാൻ തുടങ്ങി. ഖബർ കുഴിക്കാനെന്ന് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് വെപ്രാരത്തിൽ തിരുതൽ നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഓടി വരുന്നത് കാണുമ്പോൾ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബികൾ ആ ഖബറിന്റെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. വേദനം ചെയ്യുന്ന സ്വഹാബി പറയുകയാണ്, ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. അതാ ഖബർ കുഴിക്കുന്ന സ്വഹാബികൾ മുഴുവനും മാറി നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് കോരിത്തിരിക്കുന്ന പച്ചമണ്ണുണ്ടല്ലോ, അവിടെന്ന് കോരിത്തിരിക്കുന്ന പച്ചമണ്ണുണ്ടല്ലോ, ആ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ ചാരത്ത് ഇരിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലും ഉണ്ടാതെ ആ ഖബറിന്റെ ചാരത്ത് ഇരിക്കുകയാണ്. പ്രവാചകന്റെ കണ്ണീരുകൾ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ വീഴുകയാണ്. പ്രവാചകന്റെ കണ്ണീരുകൾ അവിടെ നിന്ന് കോരിത്തിരിക്കുന്ന പച്ചമണ്ണിന്റെ മുകളിലേക്ക് വീഴുകയാണ്. തന്റെ സഹാബത്ത് ഖബറിന്റെ ചുറ്റുഭാഗം നിൽക്കുന്നു. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടുന്നില്ല, അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടുന്നില്ല. ഒരുപാട് സമയം അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹാബത്തിന്റെ എതിരെ തിരിയുകയാണ്. എന്നിട്ട് വിളിക്കുന്നു, യാ ഇഖ്വാനി. തന്റെ ചുറ്റുഭാഗം നിൽക്കുന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഓ സ്വഹാബ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്ക്
നിങ്ങൾക്കും വരാനുണ്ട് സഹാബ. ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ട് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അന്യായികളോട് തന്റെ സഹാബത്തിനോട് അവിടുന്ന് ആ ഖബർ കാണിച്ചു കൊടുത്തിട്ട് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ടല്ലോ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ടല്ലോ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ഖബർ കൊയ്ക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ മരണത്തെ കുറിച്ച് ഖബറിനെ കുറിച്ച് അവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും നാളെ ഖബർ കൊയ്ക്കുന്നവരാണ്, ഖബർ കാണുന്നവരാണ്, ഖബറിന്റെ ചാരത്ത് പോകുന്നവരാണ്. പഠിച്ചവനെ, മയ്യത്ത് കൊലിപ്പിക്കുന്നവരാണ്, മയ്യത്ത് ഖബറിന്റെ കത്തിലേക്ക് വെക്കുന്നവരാണ്. അതാ അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ആ ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പള്ളിയിൽ ഖബർ കഴിക്കുന്നവർക്ക് ഒരു ബോധവുമില്ല. അവൻ തമാശയാണ്, അവൻ കളിയും തമാശകൾ പറഞ്ഞ പള്ളി പറമ്പിൽ ഖബറിന്റെ കത്ത് ഖബർ കഴിക്കുകയാണ്. അല്ലാഹുവേ, അതാ ഖബർ കഴിക്കുന്നവർക്ക് ഒരു ബോധവുമില്ല. അവൻ തമാശയാണ്, അവൻ കളിയും തമാശകൾ പറഞ്ഞ പള്ളി പറമ്പിൽ ഖബർ കഴിക്കുകയാണ്. അല്ലാഹുവേ, അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ കല്ലും ചെരുവുമായവരോട് ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്ന് അറിയുമോ? എന്തുകൊണ്ടാണ് ആ ഖബർ കഴിക്കുന്നവന്റെ കണ്ണ് നിറയാത്തത്? എന്തുകൊണ്ടാണ് ആ ഖബർ കഴിക്കുന്നവന്റെ കണ്ണ് നിറയാത്തത്? കാരണം എന്തെന്നറിയുമോ? അവൻക്ക് ആ മരണത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ, അവൻക്ക് ആ മരണത്തെ കുറിച്ച് தெரியாത്തത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബാ ലഅലമു യഅലമു മാ യഹ്ദീഹി ബഅദൽ മൗത്ത് മാ അകില വലാ ശരിബ ശുർബാ ഇല്ലാ ഹുവ യബ്ഖി ഫയദ്രിബു അലാ സദ്രി. അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുകയാണ്, അതാ പള്ളി പറമ്പിൽ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അവസ്ഥ കുറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാ അകില വലാ ശരിബ ശുർബാ. നിനക്ക് നിലവിളിക്കാതെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, നിനക്ക് നിലവിളിക്കാതെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ തന്നെ കളിക്കേണ്ട സ്ഥലമല്ല, ഖബർ കളിക്കേണ്ട സ്ഥലമല്ല. അല്ലാഹുവേ, നമ്മൾ എല്ലാവരുടെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാ അല്ലാഹുവേ, നമ്മ എല്ലാവരുടെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. ഇപ്പോ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന മഹാനായ നൂറുൽ ഉലമാ എംഎ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ദർജ നീ ഉയർത്തണേ അല്ലാഹ് എന്ന ദുആത്തോടെ ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.